2015 നവംബർ 17 മുതൽ 2016 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരദനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് തിരുവല്ല കാവുംഭാഗം പെരിങ്ങോൾ താമൻ കാരക്കാട് ഇല്ലത്ത് ബ്രഹ്മശ്രീ SC ശങ്കരൻ നമ്പൂതിരിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. ഞാൻ 2015-16 ശബരിമല മേൽശാന്തി. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അനുജൻ മുൻ ശബരിമല മേൽശാന്തി ആയിരുന്നു. ആ ഒരു ആഗ്രഹമാണ് എനിക്കും ശബരിമല മേൽശാന്തിയാകുവാൻ ഉണ്ടായ ആഗ്രഹം. അങ്ങനെ അച്ഛൻ്റെ അനുജൻ്റെ കൂടെ, അതായത് അപ്പൻ്റെ കൂടെ കുറച്ച് നാൾ പൂജ ചെയ്യുകയും അവിടെ നിന്ന് പഠിക്കുകയും അതിനോടൊപ്പം പെരുന്ന NSS കോളേജിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്നതായ ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയും അതോടൊപ്പം ഈ വിദ്യാധിരാജ സ്കൂളിലെ മലയാളം അധ്യാപകനായി ജോലി ചെയ്യുകയും ആയിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഉള്ളിൽ തോന്നിയ ശബരിമല മേൽശാന്തി എന്ന ആ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി ഞാൻ അപേക്ഷകൾ കൊടുക്കുകയുണ്ടായി. അങ്ങനെ 2002 ആദ്യ അപേക്ഷയാണ് കൊടുത്തിരുന്നത്. ആ അപേക്ഷ പുതിയ ഹൈക്കോടതിയുടെ ഉത്തരവ് മൂലം അന്ന് 10 കൊല്ലം തികയാതിരിക്കുകയും അതോടൊപ്പം ഗവൺമെൻറ് സർവീസിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റേ PLS, LIC അതുപോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശബരിമലയിലെ അപേക്ഷ നിരസിക്കണം എന്നുള്ള ഒരു ഉത്തരവുണ്ടാവുകയും അതിനുശേഷം ഞാൻ വിദ്യാധിരാജ സ്കൂളിൽ നിന്ന് ജോലി രാജിവെക്കുകയും തിരുവഞ്ചൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തിയാകുകയും ചെയ്തു. ഏതാണ്ട് 10 കൊല്ലത്തോളവും തിരുവഞ്ചൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ജോലി ചെയ്യവേ അവിടെ നിന്നും അടുത്തുള്ള വെള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയും അവിടെയും ഏതാണ്ട് 4 കൊല്ലം പൂജ ചെയ്യുകയും ചെയ്തു. അവിടെ നിന്നും കർണാടകത്തിലെ 2ാം ശബരിമല എന്നറിയപ്പെടുന്ന ജലഹല്ലി അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയും അങ്ങനെ അവിടെ ജോലി ചെയ്യവേ എൻ്റെ അപേക്ഷയ്ക്കുള്ള ഒരു അംഗീകാരമായിട്ട് എനിക്ക് ശബരിമല മേൽശാന്തിയാകാൻ സാധിച്ചു. എങ്കിലും 12 കൊല്ലം അടുപ്പിച്ച് ശബരിമല ലിസ്റ്റിലും മാളികപ്പുറം ലിസ്റ്റിലും മേൽശാന്തി നറുക്കെടുപ്പിൽ വരെ വന്നു. പക്ഷേ ഭാഗ്യം കൈവിട്ടുപോയി. 13ാമത് വർഷം ജാലഹള്ളി മേൽശാന്തി ആയിരിക്കുമ്പോൾ വീണ്ടും അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ വാങ്ങിക്കാൻ പോയതും ആ അപേക്ഷ മുഴുവനും പൂരിപ്പിച്ചത് എൻ്റെ സഹധർമ്മിണിയായ ലതയായിരുന്നു. അതിൽ ഒപ്പ് മാത്രം ഇടാനേ എനിക്ക് സാധിച്ചുള്ളൂ. ബാക്കിയെല്ലാം അന്ന് ജാലഹള്ളിയിലായതുകൊണ്ട് എനിക്ക് അത് പൂർണ്ണമായി പൂരിപ്പിക്കുവാനും ആ അപേക്ഷ വാങ്ങുവാനും സാധിക്കില്ല. ആ 13ാമത് കൊല്ലം എന്തോ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അതുപോലെ എൻ്റെ മക്കളുടെയും അങ്ങനെ ഭക്തജനങ്ങളുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ആ 13ാമത്തെ നറുക്കെടുപ്പ് ശബരിമല മേൽശാന്തിയാകുവാൻ സാധിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായിരുന്നു. നമുക്കറിയാം, ശബരിമല മേൽശാന്തിയാകണമെങ്കിൽ ധാരാളം കടമ്പകൾ കടക്കണം. 10 വർഷത്തെ മേൽശാന്തി തുടർച്ചയായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റവാളിയായിരിക്കാൻ പാടില്ല. അങ്ങനെ പല ഗവൺമെൻറ്റിൻ്റെ
അതുപോലെ തന്നെ വിജിലൻസിൻ്റെ, പോലീസിൻ്റെ, അങ്ങനെ എല്ലാ കടമ്പകളും കടന്നു വേണം നമുക്ക് അപേക്ഷ കൊടുത്താൽ അവർ സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ ആരോഗ്യം, അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തരപ്പെടുത്തുന്നതിനിടയിൽ പലരുടെയും നിർബന്ധമായിരുന്നു ശബരിമല മേൽശാന്തി ആകണമെന്നുള്ളത്. എൻ്റേത് മാത്രമല്ലായിരുന്നു. പക്ഷേ എന്നാൽ പലരും ആ മേൽശാന്തി പദത്തിൽ എത്തുവാൻ ഭയങ്കര പ്രയാസമാണ്, അത് ഇനി പോകണ്ട എന്ന് വരെ പറഞ്ഞവരുമുണ്ട്. പക്ഷേ എൻ്റെ വാശി ഒരിക്കലെങ്കിലും ശബരിമല മേൽശാന്തി ആകണമെന്നുള്ളതായിരുന്നു. അങ്ങനെ 2015 ശബരിമല മേൽശാന്തി ആകുവാൻ അയ്യപ്പസ്വാമി എന്നെ കടാക്ഷിച്ചു. അതിലും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തന്ത്രിയോടടുത്ത് ഞാൻ പല പ്രാവശ്യം പറയുകയുണ്ടായി, ഞാൻ 11 കൊല്ലവും ശബരിമല മേൽശാന്തി ലിസ്റ്റിലും അതുപോലെ മാളികപ്പുറം ലിസ്റ്റിലും വരികയുണ്ടായി. എനിക്ക് മാത്രം ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ കണ്ഠരര് രാജീവർ പറയുകയുണ്ടായി, നിങ്ങൾ ഏതെല്ലാം ക്ഷേത്രത്തിൽ പൂജ ചെയ്തു എന്ന്. ഞാൻ പറഞ്ഞു, സൂര്യകാലടി മനയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ തിരുവഞ്ചൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും അതേപോലെ ഗണപതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ വെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലും എല്ലാം പൂജ ചെയ്തു. അപ്പോഴദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഈ മഹാദേവൻ്റെ പുത്രനായിരുന്ന ശിവനെയും ഒരിക്കലെങ്കിലും നിങ്ങൾ പൂജിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ മഹാദേവൻ്റെ പുത്രനായ ഗണപതിയോ അയ്യപ്പനോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനോ മാത്രം പോരാ, അവരുടെ എല്ലാം അച്ഛനായ അല്ലെ പിതാവായ മഹാദേവനെ ഒരിക്കലെങ്കിലും പോയി പൂജ ചെയ്താൽ മാത്രമേ അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ വെറുതെ എൻ്റെ ഇല്ലത്തിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. റാന്നിക്കടുത്ത് കടുമീഞ്ചിറ എന്ന് പറയുന്ന മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഒരു പ്രായമുള്ള ഒരാൾ, മലയാളപ്പുഴയുള്ളയാണ്, അദ്ദേഹം അവിടെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്പലത്തിൽ എൻ്റെ ശിവനെ കുളിപ്പിക്കുവാൻ, വെള്ളം കോരി അഭിഷേകം കഴിക്കുവാൻ, നിവേദ്യം വയ്ക്കുവാൻ പോലും ആരുമില്ല. ആ ശിവക്ഷേത്രത്തിൽ വന്ന് ആ പൂജ മുടങ്ങാതെ ചെയ്താൽ വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു. അന്ന് അവരെന്നോട് പറഞ്ഞു 7500 രൂപ ശമ്പളം തരാമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയത്തുനിന്ന് കടുമീഞ്ചിറ വന്ന് പൂജ കഴിച്ച് താമസിച്ചാൽ 7500 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമല്ലായിരുന്നു അത്. അവരുമായിട്ട് വീണ്ടും ഞാൻ തർക്കിച്ചു. 10000 രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനും എനിക്ക് പറ്റില്ല. അതിനുശേഷം അവർ പറഞ്ഞു 15000 രൂപയും വീടും എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കടുമീഞ്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്തു. ആ പൂജയ്ക്ക് ശേഷം വീണ്ടും 1 കൊല്ലത്തിന് ശേഷം ജാലഹള്ളിയിലെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ അവിടേക്ക് വീണ്ടും മേൽശാന്തിയായിട്ട് പോയി. അങ്ങനെ 2ാം വട്ടം കർണാടകത്തിലെ 2ാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ഞാൻ ശബരിമല മേൽശാന്തിയായിട്ട് നിയമിതനാകുകയാണ്. അതെൻ്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. അങ്ങനെ നറുക്കെടുപ്പിൽ കിട്ടി, മേൽശാന്തിയായി. കണ്ഠരര് മഹേഷ് മോഹനര് അവരോധന ചടങ്ങ് നടത്തി ശബരിമല മേൽശാന്തിയായിട്ട് ശ്രീകോവിലേക്ക് കൈപിടിച്ചപ്പോൾ എൻ്റെ മാനസികമായിട്ടുള്ള സന്തോഷം അതിലും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു മണ്ഡലക്കാലവും അതിനുശേഷം മകരവിളക്കും വളരെ ഭംഗിയോടുകൂടി നടന്നു. അങ്ങനെ ഇരിക്കെ നടയെല്ലാം അടച്ചു, ഭക്തജനങ്ങളെല്ലാം അവിടുന്ന് പോകുന്നു. നമുക്കറിയാം, ഒരു കുപ്പിയിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി കാലിയാകുന്നു. അതേപോലെയുള്ള അനുഭവമാണ് മകരവിളക്കും മണ്ഡലക്കാലവും കഴിഞ്ഞാലത്തെ ശബരിമലയിലെ അവസ്ഥ. അങ്ങനെ ഇരിക്കെയാണ് ആ സമയത്ത് എല്ലാവരും പറഞ്ഞു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ സന്ധ്യാവന്ദനം കഴിച്ച് ശബരിമലയിലെ വ്രതങ്ങൾ നോക്കി അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും തന്നെ ഉന്മേഷം കിട്ടുമെന്ന്. അങ്ങനെ സന്ധ്യാവന്ദനങ്ങളും
അതോടൊപ്പം അവിടെ താമസിച്ച് ശബരിമലയുടെ ഒരു പുസ്തകം തന്നെ ഇറക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുകയുണ്ടായി. അങ്ങനെ ശബരിമലയിലെ ഉത്സവങ്ങളും മണ്ഡലക്കാലങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാഗസിൻ തന്നെ തയ്യാറാക്കുവാൻ ശ്രമിച്ചു. അതും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗാനഗന്ധർവനായ ദാസേട്ടനെ നമ്മളെല്ലാം ശബരിമലയിൽ ഹരിവരാസനം പാടി അയ്യപ്പസ്വാമിയെ ഉറക്കുന്നത് ദാസേട്ടൻ്റെ പാട്ട് കേട്ടിട്ടാണ്. ആ ദാസേട്ടനെ വിദേശത്തു നിന്നും കൊണ്ടുവന്ന് അവിടെ നിർത്തി പാടിച്ച് ഹരിവരാസനം നേരിട്ട് അയ്യപ്പനെ കേൾപ്പിക്കുവാൻ കഴിഞ്ഞതും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണ്. അതേപോലെ ആ ഒരു വർഷക്കാലമെന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ, പുലകളോ വാലായ്മയോ ഒന്നും സംഭവിക്കാതെ ഒരു വർഷക്കാലം അവിടെ കഴിഞ്ഞുകൂടുവാൻ സാധിച്ചത് അതെല്ലാം അയ്യപ്പൻ്റെ ഒരു നിയോഗം തന്നെയാണ്. അവിടുത്തെ ഒരു നറുക്കെടുപ്പെന്ന് പറയുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ബന്ധുക്കളോ വന്ന് നമുക്കെടുത്ത് തരുന്നതല്ല. നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇൻ്റർവ്യൂവിൽ നറുക്കെടുപ്പിൽ വരുന്നവരെ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ തന്നെ നറുക്കിട്ടെടുക്കുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ശ്രീകോവിൽ ഒരു നേരമെങ്കിലും പൂജ ചെയ്യുവാൻ കഴിഞ്ഞാൽ അതൊരു നിയോഗമാണ്. നമുക്കറിയാം, എല്ലാവരും പറയും ഞാൻ പൂജയിൽ 1-ാം റാങ്കാണ്, 2-ാം റാങ്കാണ്, 3-ാം റാങ്കാണെന്ന്. അയ്യപ്പസ്വാമിക്ക് പൂജയിലെ 1-ാം റാങ്കോ 2-ാം റാങ്കോ അല്ല അവിടെ അയ്യപ്പസ്വാമിക്ക് ഇഷ്ടമുള്ള ഒരാളെ അയ്യപ്പസ്വാമിയാണ് നിയോഗിക്കുന്നത്. തൻ്റെ ശ്രീകോവിലിലേക്ക് ആര് വന്ന് പൂജ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അയ്യപ്പസ്വാമിയാണ്. അങ്ങനെ 15-20 വർഷം അപേക്ഷ കൊടുത്ത് നറുക്കെടുപ്പിൽ വന്ന് കിട്ടാതെ പോയ പലരുമുണ്ട്. അതുകൊണ്ട് ഈ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായി കാണുന്നു. അങ്ങനെ വളരെ അപൂർവമായി കിട്ടുന്ന ഈ ഒരു ഭാഗ്യം 1000 ജന്മങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ ആ പൊന്നു 18-ാം പടി ഇറങ്ങിപ്പോരുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ലോകത്തിൻ്റെ തന്നെ നാനാഭാഗത്തു നിന്നും സ്വാമിയെ ശരണമെന്ന മന്ത്രം കൊണ്ട് കേരളക്കരയും പൊന്നമ്പലമേടും അയ്യപ്പൻ്റെ സവിധവും സ്വാമിയെ അയ്യപ്പ എന്ന മന്ത്രധ്വനികളാൽ മുഖരിതമാണ്. ആ മന്ത്രത്തിൻ്റെ ആ 2 മന്ത്രത്തിൻ്റെ ശക്തിയാണ് ആ അയ്യപ്പൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരട്ടെ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഒരു നല്ല മണ്ഡലക്കാലം ഉണ്ടാകട്ടെ എന്ന് അയ്യപ്പസ്വാമിയിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.